പ്രിയ സ്നേഹിതരെ, പരിപാവനമായ അന്ത്യത്താഴവേളയിൽ ക്രിസ്തു തൻ്റെ ശരീരരക്തങ്ങളെ പകുത്തു നൽകിയ ഉടനെ അത് സ്വീകരിച്ച ശിഷ്യന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ടാവുകയാണ്. തങ്ങൾ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച്. ഏതാനും മണിക്കൂർ കഴിയുമ്പോഴേക്കും ഗുരു ഒറ്റക്കൊടുക്കപ്പെടും, തള്ളിപ്പറയപ്പെടും, നിന്ദിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, കുരിശു വഹിക്കേണ്ടി വരും, നഗ്നനാവേണ്ടി വരും, മുൾക്കിരീടം ചൂടേണ്ടി വരും, മരിക്കേണ്ടി വരും. എന്നാൽ ശിഷ്യന്മാർ ആ ഗുരുവിനെക്കുറിച്ചല്ല വ്യാകുലപ്പെട്ടത്, അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചു, തർക്കിച്ചു. ഗുരു മരിക്കുന്ന തൊട്ടു മുമ്പുള്ള അല്പസമയം പ്രിയ ശിഷ്യരോടൊപ്പം ആകാൻ ആഗ്രഹിച്ചതാ. എന്നാൽ അവർക്കിടയിൽ ഒരു കലഹമുണ്ടാവുകയാണ്. ഇതാണ് മനുഷ്യഹൃദയത്തിൻ്റെ ദുർബലത. സ്വയം പകുത്തു നൽകിയവൻ്റെ മുമ്പിൽ മത്സരിക്കുന്നവർ, പാദം കടിയവൻ്റെ മുമ്പിൽ വലിയവനാകാൻ മോഹിക്കുന്നവർ. ദിവ്യമായ അനുഭൂതിയുടെ നിറവിൽ എപ്പോഴും തുടരാനാകുമെന്ന് വിചാരിക്കരുത്. മാംസത്തിൻ്റെ ബലഹീനതകൾ വളരെ പെട്ടെന്ന് പുറത്തു വരുമെന്നേ. ദിവ്യബലി മധ്യേ ദൈവാനുഭവം ഏറ്റുവാങ്ങിയവൻ ദേവാലയ പടവുകൾ ഇറങ്ങി നാൽക്കവലയിൽ വെച്ച് അപരനോട് കലഹിച്ചേക്കാം. കരുണയുടെ കുമ്പസാരക്കൂട്ടിൽ നിന്നും ഹൃദയവിശുദ്ധിയോടെ പുറത്തിറങ്ങുന്നവൻ വഴിമധ്യേ വീണ്ടും പ്രലോഭനത്തിൽ വീണ്ടു പോയേക്കാം. എത്ര പെട്ടെന്ന വിശുദ്ധിയിൽ നിന്നും പാപത്തിലേക്കും, ശാന്തതയിൽ നിന്നും കോപത്തിലേക്കും, കരുണയിൽ നിന്നും പകയിലേക്കും ഒരുവൻ വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. യേശുവേ, ഉന്നത സ്ഥാനത്തിന് വേണ്ടി ഞാൻ പ്രലോഭിതനാകുമ്പോൾ എൻ്റെ അഴുക്ക് പുരണ്ട പാദം കഴുകുവാൻ ദാസൻ്റെ മനോഭാവത്തിലേക്ക് ചുരുങ്ങിയ നിന്നെ ഓർക്കാൻ കഴിയണമേ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ആമേൻ.